നമ്മൾ ഷിൻചാനോടും പിഞ്ചാനോടും പറയാതെ നമ്മൾ ഇന്ന് ഇറങ്ങിയേക്കുന്നതെന്ന് പറയുന്നത് ഒരു മാന്ത്രികനെ കാണാനായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ ഒരു മാന്ത്രികനെ കാണാൻ പോയിട്ട് നമുക്ക് മാന്ത്രികനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വർഷത്തിൽ ഒരിക്കൽ വല്ലതും ആയിരിക്കും ഈ മാന്ത്രികൻ ഇങ്ങനെ മലയുടെ മേളിൽ വന്ന് നിൽക്കുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരനാണ് രാവിലെ വിളിച്ച് പറഞ്ഞത്. അപ്പം അത് കേട്ട ഉടനെ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മൾ ആ മാന്ത്രികനോട് എന്നാ കാര്യങ്ങൾ പറഞ്ഞാലും പുള്ളിക്കാരൻ അത് സാധിച്ചു തരുന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അത് അവനോട് സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ മാന്ത്രികനെ പോയിട്ട് നമ്മുടെയും ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയും ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും മാന്ത്രികൻ ഈ മലയുടെ മേളിലായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് മലയുടെ മേളിലോട്ട് കയറാൻ അത്യാവശ്യം പാടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കാൻ നേരത്ത് അതേ ആൾക്കാരെ ആരും കാണുന്നില്ല. അപ്പോൾ മാന്ത്രികൻ്റെ ഏകദേശം ലൊക്കേഷൻ കണക്ക് വാട്സപ്പ് വഴി അയച്ച പ്രകാരം ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കാൻ നേരത്ത് മാന്ത്രികൻ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിൻ്റെ മാന്ത്രികനെ പോലെ നിൽക്കുന്ന ഒരു രൂപം നിൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം മിക്കവാറും അത് മാന്ത്രികനാവാനാണ് സാധ്യത. എന്തായാലും പുള്ളിക്കാരനോട് നമ്മൾ പെട്ടെന്ന് ചോദിക്കാൻ നേരത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് സംശയം തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം അടുത്തൂടെ പോവാം. അപ്പോൾ അടുത്തൂടെ പോയിട്ടൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടനാണോ മാന്ത്രികൻ? ആ അതെ മോനെ, ഞാനാണ് മാന്ത്രികൻ, ഈ മല ഇഷ്ടപ്പെടുന്ന മാന്ത്രികൻ, വർഷത്തിൽ ഒരിക്കൽ വരുന്ന മാന്ത്രികൻ. ചേട്ടനപ്പം ഞാൻ എന്നാ ഇതും പറഞ്ഞ് സഹായിച്ചു തരാൻ പറ്റുമോ? ചേട്ടനുള്ള കഴിവുണ്ടോ? അതെങ്ങനെയാ കിട്ടിയത്? അതൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്കത് ജന്മനാ ഉള്ളതാ. മോൻ എന്നാ ആഗ്രഹം വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ട് അത്യാവശ്യം സത്യാവസ്ഥയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയണം. അതെന്തായാലും സാധിച്ചു തരുമോ നോക്കട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറയുന്നത് ബുഗാട്ടിയാണ്. അത് വേണമെന്ന് അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് കാറിങ് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ നല്ല കിടിലനായിട്ടുള്ള കാറ്, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ബുഗാട്ടി കാർ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഈ ഒരു ബുഗാട്ടി കാർ നമുക്കിനി സ്വന്തമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഈ ബുഗാട്ടി കാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് മുമ്പ് പുള്ളിക്കാരനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ചേട്ടാ നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ബുഗാട്ടി കാർ സ്വന്തമാക്കണം എന്നുള്ളത്. അവസാനം നടന്നു. എന്തായാലും ഞാൻ പിന്നെയും വരാം എന്നും പറഞ്ഞ് നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കാറുകളൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പം കാറുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ഇനി അത്യാവശ്യം ഓഫ് റോഡും കാണൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത്. അത്യാവശ്യം കാറിൻ്റെ സ്പീഡും കാണൊക്കെ നോക്കണം. അതുപോലെ തന്നെ കാറിൻ്റെ ഓഫ് റോഡ് ടെസ്റ്റും കാണൊക്കെ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം സ്പീഡും കാണൊക്കെ നല്ല തന്നെ കയറുന്നുണ്ട്. സൈഡിൽ കാണുന്ന ആ സ്പീഡോമീറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ കാറും കാണൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരും കാണൊക്കെ മേടിക്കുന്ന സമയത്ത് അവനും പറഞ്ഞത് ഇത് തന്നെയാണ്, നല്ല പെട്ടെന്ന് തന്നെ സ്പീഡും കാണൊക്കെ കയറും എന്നാണ് അവൻ പറഞ്ഞത്. അപ്പം കാറിൻ്റെ ആഘോഷത്തോട് നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ ഇതൊരു കിടിലൻ കാറ് തന്നെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓഫ് റോഡ് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ കാർ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് ഓഫ് റോഡ് വഴിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാറിന്റെ പവർ ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, അപ്പം മാത്രം മനസ്സിലാകത്തുള്ളൂ കാറിന് എത്രത്തോളം പവറിങ് ആളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. എൻ്റെ മോനെ ഗൈസ് അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടി സ്റ്റക്കൊന്നും ആവാതെ തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവാണെങ്കിൽ പോലും വണ്ടി അത്യാവശ്യം സ്റ്റക്കൊന്നും ആവാതെ തന്നെ നേരെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അധികം കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അപ്പം ഗൈസ് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ബെന്നിയുടെ ഷോറൂമിൽ പോയിട്ട് അതൊക്കെ മാറ്റണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഷിൻചാനും പിഞ്ചാനും ഇപ്പം വീട്ടിൽ വന്ന് കാണും. അവർ സ്കൂളിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അവരെ ചെന്ന് ഈ വണ്ടി ഒന്ന് കാണിക്കണം. അവരെന്തായാലും സർപ്രൈസ് ആവും. അവർ ജന്മത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല എന്താണ് നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടികളൊക്കെ എടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടികളിൽ ചെന്ന് അവരെ കാണിക്കാം. എന്നിട്ട് അവരുടെ റിയാക്ഷനും കണക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ വീണ്ടും ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും അവിടെ നിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവരെ ജസ്റ്റ് വണ്ടികളെ കാണിച്ചു നോക്കാം. പിഞ്ചാനെ വണ്ടി ഉണ്ടോ? ഇത് നമ്മുടെ സ്വന്തം വണ്ടി ഒന്ന് പൊക്കെ ഫ്രാങ്ക്ലി അമ്മ, ഇത് നമ്മുടെ വണ്ടി ഒന്നുമില്ല. ഇത് വേറെ ഏതോ കൂട്ടുകാരന്റെ വണ്ടി ആയിരിക്കും അല്ലേ? ഇത് എന്തായാലും നമ്മുടെ വണ്ടി ആവാൻ സാധ്യതയില്ല. അല്ലട ചിഞ്ചാനെ, നിന്നോടും പിഞ്ചാനോടൊന്നും പറയാതെ ഞാനൊരു മന്ത്രവാദിയെ കാണാൻ പോയായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് തന്നെയാ. പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നെ ആഗ്രഹം ചെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ അത് സാധിച്ചു തരും. അതെന്ത് മന്ത്രവാദി? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഈ മന്ത്രവാദിയെ പറ്റി. ഞങ്ങളെ കൂട്ടുകാരന്മാര് പോലും പറഞ്ഞില്ല. എടാ, ഈ മന്ത്രവാദിയെ പറ്റി അധികം ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്താ ഇത് വെറുതെ ആയിരിക്കും, ഫേക്ക് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ അവന്റെ ആഗ്രഹം ഏതാണ്ട് സാധിച്ചപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. എന്തായാലും ഇപ്പൊ അധികം ആൾക്കാരെ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാവരും ചെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ലാസ്റ്റ് ആ മലയിന്ന് പോയാലോ. എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേ, നമ്മൾ കുറെ ആയില്ലേ ഈ വാടക വീട്ടിൽ തന്നെ നിൽക്കുന്നു. എന്തായാലും പുള്ളിക്കാരൻ വാടകയും ചോദിക്കുന്നുണ്ട്. നമ്മളിലാണെങ്കിൽ ഇത്ര നാൾ പൈസ ഇല്ലായിരുന്നല്ലോ. ഇനി എന്തായാലും പുള്ളിക്കാരനെ എന്ന് പൈസ നമുക്ക് കൊടുക്കണം. അതായത് നമുക്ക് ആ മന്ത്രവാദിയോട് എന്ന് കുറച്ച് പൈസ ചോദിക്കുക. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ തരാതിരിക്കത്തില്ല. അപ്പൊ എന്തായാലും ശരി, എന്നാ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ചിഞ്ചാനോടും പിഞ്ചാനോടും യാത്ര പറഞ്ഞ് നമ്മളിപ്പം കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും മന്ത്രവാദിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാനായിട്ടുണ്ട്. ആദ്യം
പോയിട്ട് നമ്മളെ കൂട്ടുകാരനെ കാണണം. അവനാണ് നമുക്ക് ഈ മന്ത്രവാദി പരിചയപ്പെടുത്തി തന്നത്. അതുമല്ല നമ്മൾ പോകുന്ന വഴിക്കാണ് നമുക്ക് വാടക കൊടുക്കാനുള്ള പുള്ളിക്കാരൻ്റെ വീടും. അപ്പം പുള്ളിക്കാരനെ കൊണ്ടൊന്ന് കയറുന്ന കാണണം. അപ്പം പുള്ളിക്കാരൻ കുറേ ആയി നമ്മളെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. നമ്മളില്ലാത്ത നേരത്ത് നമ്മളെ ഷിൻജാനോടും പിഞ്ചാനോടും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അറിയുന്നില്ലെന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. അപ്പോൾ എന്തായാലും പുള്ളി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാറെ ഇറങ്ങി ചെന്നിട്ട് പുള്ളിക്കാരനെ കുറച്ച് പട്ടിഷോ എന്തായാലും നമ്മൾ ഈ കാറെ ഇറങ്ങുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ ഞെട്ടി നിൽക്കുവാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല നമ്മൾ ഈ ഒരു ബുഗാട്ടി എടുക്കുന്നുള്ള കാര്യം. എന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. ഹലോ ചേട്ടാ, ഞാൻ ആ വാടകയ്ക്ക് താമസിക്കുന്ന മുരളി. ഇനി വാടക വീട് വേണ്ട കേട്ടോ. നിങ്ങൾ വന്ന് നമ്മളെ ഷിൻജാനെയും പിഞ്ചാനെയും ഭീഷണിപ്പെടുത്തുന്ന കാര്യമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ പിന്നെ മിണ്ടായിരിക്കുന്നയാ. ഇനി മേലാൻ ഭീഷണിപ്പെടുത്താൻ വന്നേക്കല്ലേ കേട്ടോ. ശരി, എന്നാ ഉള്ള പൈസ ഞാൻ എന്തായാലും നാളെ തന്നെ അല്ല തന്നേക്കാം. മോനെ, നീ ഇത്ര വലിയ ഇങ്ങനെ സെറ്റപ്പ് ആവാൻ കാര്യം എന്തുവാ? ഞാൻ 2 ആഴ്ച മുമ്പ് നിന്നെ കണ്ടയാണല്ലോ. പിന്നെ നിനക്കെന്തോ ഇത്ര പെട്ടെന്ന് പറ്റിയത്? എന്തായാലും പൈസയൊക്കെ തരാനുള്ളത് പെട്ടെന്ന് തന്നെ തന്നേക്കണം കേട്ടോ. എന്തായാലും മറന്നു പോയേക്കല്ലേ. അതൊക്കെ ഞാൻ നാളെ തന്നെ സെറ്റിൽ ചെയ്യും. ശരി, എന്നാ ഞാനിപ്പം പോട്ടെ. അപ്പോൾ എന്തായാലും കേസ് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് കുറച്ച് പട്ടിഷോ കാണിച്ചപ്പോൾ എന്താണ്ട് ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ ഞെട്ടി നിൽക്കുവാണ്. കാര്യം പുള്ളിക്കാരൻ 2 ആഴ്ച മുമ്പ് വാടക ചോദിക്കാൻ വന്നതാണ്. അപ്പം പുള്ളിക്കാരന് ഇങ്ങനെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് മാത്രം അറിയത്തുള്ളൂ ഇപ്പം മന്ത്രവാദിയെയും പിന്നെ നമ്മുടെ കൂട്ടുകാരനും. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കാര്യം അവനാണ് എന്നോട് ഈ മന്ത്രവാദിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഹലോ എടാ, നീ പറഞ്ഞ പോലെ ഞാൻ മന്ത്രവാദി പോയി കാണാൻ പോയായിരുന്നു. ഞാൻ അങ്ങനെ ഈ ബുഗാട്ടി എടുത്തു. എന്റെ മോനെ, നീ ഇത്ര വലിയ സെറ്റപ്പ് ഒക്കെ ആയോ? നീ ആ പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ നീ ഇങ്ങനെ സെറ്റപ്പ് ആയത്? ആടാ, ഞാൻ പുള്ളിക്കാരനോട് കുറെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത്ര വലിയ സെറ്റപ്പ് ആയത്. അയ്യോ, നമ്മളാണെങ്കിൽ ആകപ്പാടെ ഒരു ബുഗാട്ടിയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പുള്ളിയോട്. എന്തായാലും കുഴപ്പമില്ല, ആ മന്ത്രവാദി അവിടെ തന്നെ കാണും. എന്റെ പൊന്നോ, 19 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ കിടക്കുന്നത്. നമ്മുടെ ബുഗാട്ടിക്ക് ആണെങ്കിൽ ആകെ 30 ലക്ഷം രൂപ. നമുക്കിനി കുറച്ച് കാശ് ഒപ്പിക്കണം. അതായത് നമ്മുടെ ഒരു പുതിയ വീടുകളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടേ. അതും ഇതുപോലത്തെ ഒരു വീട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര വലിയ സെറ്റപ്പിൽ ഒരു വീടുകളൊക്കെ പണിയണം. അങ്ങനെയാണ് നമ്മൾ ഇനി പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മച്ചാനെ വിളിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു വില്ലയുടെ പേരുകളൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ ലൊക്കേഷനുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ കൂടെ ഒന്ന് കയറണം. കാര്യം നമ്മുടെ വണ്ടിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട്. അതായത് വണ്ടിയുടെ ഗ്ലാസിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റണം, കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ കേസ് നമ്മുടെ വണ്ടികളൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇപ്പം കിടലിനായിട്ട് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് വണ്ടിയുടെ കളർ തന്നെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ മുമ്പത്തേക്കാളിലും നമ്മൾ ഗ്ലാസ് ഒക്കെ മാറ്റി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അലോയ്സും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം മോഡിഫിക്കേഷനുകളൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ വണ്ടികളൊക്കെ ഇറക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്പോയിലറുകളൊക്കെ ബാക്കി പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ വഴിയെ പിടിപ്പിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ വീടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ വീടുകളൊക്കെ നോക്കാനായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ വീടെന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ 2 കാറൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ കാർ ഉൾപ്പെടെയാണ് കൊടുക്കാനായിട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഹലോ ചേട്ടാ, ഈ വീട് കൊടുക്കാനാണെന്ന് കേട്ടു. എത്ര രൂപയ്ക്ക് കൊടുക്കുന്നേ? എനിക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. മോനെ, ഒരു 2 കോടി രൂപയാണെങ്കിൽ ഈ വീട് അങ്ങോട്ട് കൈ വെച്ച് തരും, കൂടെ ഈ 2 കാറും. എന്താ, ഓക്കെ ആണോ? 2 കോടി രൂപയോ? ഈ വീട് കണ്ട് അത്ര ഒന്നും തോന്നില്ലല്ലോ. ആകെപ്പാടെ ഉള്ളത് നല്ലതെന്ന് പറയാൻ ഈ 2 കാറ് മാത്രമാണെന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ പോയി വീടിനാവോന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം 2 കോടി തരണോ 1.5 കോടി തരണോ എന്ന്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ആ ശരി മോനെ, നീ എന്നാ പോയി നോക്കിയിട്ട് വാ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട് എടുത്തോണ്ട് പോകും. അപ്പം കേസ് അങ്ങനെ നമ്മൾ വീട് നോക്കാനായിട്ട് വന്നേക്കുവാണ്. അപ്പം വീടിന്റെ ആകാശത്തോട്ട് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം കാണുന്നതെന്ന് പറയുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. അപ്പോൾ എന്തായാലും സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം നീളവും വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്വിമ്മിംഗ് പൂൾ പക്കയാണ്. അപ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ ഒരു വണ്ടർ അടിച്ച ഒരു കാഴ്ചയാണ്. നമ്മൾ ഇതുവരെ വിചാരിച്ചില്ല സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് കാണുമെന്നുള്ള കാര്യം. അപ്പം താഴോട്ട് നോക്കാൻ നേരത്ത് അത്യാവശ്യം ഒരു റോഡിന്റെ വ്യൂ ഒക്കെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു വലിയൊരു കോട്ടേജിങ്ങാണൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് അപ്പുറത്തും കുറേ ഫ്ലാറ്റും കോട്ടേജും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഇപ്പുറത്തോടെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം സ്പേസിങ്ങാണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസിനകത്ത് നമുക്ക് അത്യാവശ്യം തുണിയും കണക്ക് വിരിച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് വീടുകളിലൊക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ വീടുകളൊക്കെ മേടിക്കുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്കാരോട് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്ത് നോക്കാം, വിലയും കണക്ക് കുറയുമെന്ന്. അപ്പം ചേട്ടാ, എനിക്ക് വീടുകളൊക്കെ കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും 2 കോടി രൂപയ്ക്കൊന്നും ഇല്ല, ഒരു 1,80,00,000 രൂപ വന്നാൽ 1,80,00,000 രൂപയോ? നീ ആയതുകൊണ്ട് 1,80,00,000 രൂപയ്ക്ക് തന്നെ വന്നേക്കാം. എന്തായാലും നഷ്ടക്കച്ചവടം കുഴപ്പമില്ല. അപ്പൊ ഈ ഫൈനലി പുള്ളിക്കാരൻ ഡീലിങ്ങൾക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. 1,80,00,000 രൂപയ്ക്കാണ് നമ്മൾ ഈ വീടുകളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ പൈസകളൊക്കെ കൊണ്ടുവരണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് പോയി പൈസകളൊക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ കേസ് നമ്മൾ പൈസകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ പിഞ്ചാനും കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഷിൻജാനിങ്ങളൊക്കെ സ്കൂളിൽ പോയേക്കുവാണ്. പിഞ്ചാൻ ഇന്ന് മടി കാരണം പോയില്ല. അപ്പം ചേട്ടാ, പൈസകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൈസകളൊക്കെ തരട്ടെ. ഇന്ന് തന്നെ വീടുകളൊക്കെ തരുമല്ലോ? ആ മോനെ,
മോനെ ഇപ്പൊ തന്നെ വന്നേക്കാം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പൈസകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ മോനെ അവസാനം നമുക്ക് ഈ വീടുകളൊക്കെ സ്വന്തമായിരിക്കുകയാണ്. പിഞ്ചാൻ നിനക്ക് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഫ്രാങ്ക്ലി മാമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഷിൻചാൻ ഇത് കണ്ട ഉറപ്പായിട്ടും ഞെട്ടും. എന്തായാലും ഷിൻചാൻ വരട്ടെ, അവൻ വരുന്നവരെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അവൻ വരുന്നിടം വരെ നമുക്ക് വെളിയിൽ തന്നെ നിൽക്കാം. അവൻ വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ ബൈ.